الحمد لله الواحد الجبار القادر العظيم القهار المتعالي عن درك الخواطر والأفكار المنفرد بالعز والقهر والاقتدار سميع يسمع لا كالأسماع بصير يبصر لا كالأبصار قادر مريد حكيم عليم بالأسرار يسمع دبيب النملة السوداء في الليلة الظلماء في الأمصار ويسمع أنين الشاكي يشكو ما به من أضرار أحمده في الإعلان والإسرار وأشهد بوحدانيته بأصح إقرار وأصلي على رسوله محمد سيد الأنبياء الأطهار وعلى آله وصحبه الأبرار أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൃപ്തിപ്പെടുന്ന ജീവിതം നയിച്ച് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മളെല്ലാം നന്ദി കാണിക്കേണ്ടവരാണ്. ആ നന്ദിയുടെ പ്രാധാന്യവും മഹത്വവുമാണ് വിശദമായി നമ്മൾ സംസാരിച്ചത്. ഏതാനും ചില കാര്യങ്ങൾ കൂടി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നന്ദി അത് 3 രൂപത്തിലാണ് പ്രധാനമായും. ഒന്ന് നമ്മുടെ ഹൃദയം കൊണ്ട്, രണ്ടാമത്തേത് നാവ് കൊണ്ട്, മൂന്നാമത്തേത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവയവങ്ങൾ കൊണ്ട്. ഹൃദയം കൊണ്ടുള്ള നന്ദി എന്ന് പറയുന്നത് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഓർമ്മ. ഞാൻ ശ്വസിക്കുന്നത് പോലും അള്ളാഹു തആല തന്ന നിയമത്താണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ധാരണയും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ ജോലി, എൻ്റെ ശമ്പളം, ഇതൊക്കെ റബ്ബിന്റെ നിയമത്തുകളാണ്. ഞാൻ ഓരോന്നോരോന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു താഴ്മയും വിനയവുമാണ്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ആ അള്ളാഹിനെ കുറിച്ചുള്ള അള്ളാഹുവിനോടുള്ള പേടിയും, ഇതൊക്കെ നമ്മൾക്ക് റബ്ബ് നൽകുന്ന നിയമത്തുകൾക്ക് മനസ്സുകൊണ്ടുണ്ടാകുന്ന നന്ദിയുടെ ഭാഗമാണ്, ഹൃദയം കൊണ്ടുണ്ടാകുന്ന നന്ദിയുടെ ഭാഗമാണ്. രണ്ടാമത്തേത് നാവ് കൊണ്ടുള്ള നന്ദി. അതാണ് നിരന്തരമായി നമ്മുടെ ഓരോ ദിക്റുകളിലും പ്രാർത്ഥനകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞ പല പ്രാർത്ഥനകളിലും ഉൾക്കൊള്ളുന്നത് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ്. പലതും നമ്മൾ അറിയുന്നവരാണ്, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്, എങ്കിലും ഓർമ്മപ്പെടുത്തുന്നു. അതിൽ ഒന്ന്, നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ
അത് മറക്കാൻ പാടില്ല, അത് ശീലമാക്കണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. മരണശേഷം ജീവിതം തന്ന അള്ളാഹുവിന്റെ സർവ്വസ്തുതിയും. ഒരു ഉറക്കം ഒരു മരണമാണ്. ഇനി ആ അള്ളാഹുവിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടൽ, അവനിലേക്കാണ് മടക്കം. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, മറ്റൊരു ദുആ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി. എന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ അള്ളാഹുവിന്റെ സർവ്വസ്തുതിയും. വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ എനിക്ക് മടക്കി തരികയും ചെയ്തു. വഅദിന ലീ ബിദിക്രിഹി, ആ അള്ളാഹുവിനെ ഓർക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകുകയും ചെയ്തു. ആ അള്ളാഹുവിന്റെ സർവ്വസ്തുതിയും. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം, എന്നിട്ട് നമ്മളത് പ്രാവർത്തികമാക്കണം. രാവിലെ ചൊല്ലാനുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ മുതൽ 23, 24ഓളം വരുന്ന ദിക്റുകളും പ്രാർത്ഥനകളുമുണ്ട്. അദ്കാറുസ് സ്വബാഹ്. അതിലെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ മിൻക വഹ്ദക ലാ ശരീക ലക ലകൽ ഹംദു വശുക്ർ. അല്ലാഹുവേ, ഞാൻ പ്രഭാതത്തിൽ ഈ ഉണർന്നതും പ്രഭാതമായതും രാവിലെ ജീവിച്ചിരിക്കുന്നതും മിൻ നിഅമത്തിൻ മിൻക വഹ്ദക, നിന്റെ മാത്രം അനുഗ്രഹം കൊണ്ടാണ്, മറ്റൊരാളുടെയും ഔദാര്യമല്ല. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല, നിനക്കാണ് സർവസ്തുതികളും എല്ലാ നന്ദികളും. അപ്പൊ നമ്മൾ രാവിലത്തെയുള്ള ദിക്റുകൾ പഠിക്കണം, അത് ശീലമാക്കണം. അത് ചൊല്ലുമ്പോൾ അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലണം. സഹോദരങ്ങളെ, ഏറ്റവും വലിയ സമ്പത്താണ് ഈ പറയുന്നത് ദിക്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മാലു നത്തഖിദ്, ഞങ്ങൾ സമ്പാദിക്കേണ്ട സ്വീകരിക്കേണ്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലഫത നദറഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ലിയബ്തഖിദ അഹദുകും ഖൽബൻ ശാകിറാ, നിങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് ശുക്ർ കാണിക്കുന്ന ഖൽബാണ്, നന്ദിയുള്ള ഹൃദയം. വലിസാനൻ ദാകിറാം, ദിക്ർ ചൊല്ലുന്ന നാവ്. വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദകും അലാ അംരി ദീനിഹി വദുനിയാഹു, തന്റെ ദീനിന്റെയും ദുനിയാവിന്റെയും വിഷയത്തിൽ സഹായിക്കുന്ന ഭാര്യ, ഒരു ഇണ. അതാണ് നിങ്ങൾ സമ്പാദിക്കുന്ന ഏറ്റവും നല്ല സമ്പത്ത്. അതിൽ ആദ്യം പറഞ്ഞത് ഖൽബൻ ഷാക്കിറ വലിസാനൻ ദാക്കിറ, അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഹൃദയവും അള്ളാഹിനെ കുറിച്ച് സ്മരിക്കുന്ന ഒരു നാവും. അതുകൊണ്ട് ഉണർന്നാൽ അത് ചൊല്ലണം, അള്ളാഹിനെ കുറിച്ച് നന്ദി പറയണം. ഭക്ഷണം കഴിച്ചാലോ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ലയർളാ അലൽ അബ്ദി അൻ യഅകുലൽ അക്ല, ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുകയാണ്, ഫയഹ്മദുഹു അലൈഹാ, അതിന്റെ പേരിൽ അവൻ അൽഹംദുലില്ലാഹ് അല്ലാഹനെ സ്തുതിക്കുന്നു. ഔ യശ്റബു, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു, എന്നിട്ട് റബ്ബിനെ സ്തുതിക്കുന്നു എങ്കിൽ അത് അല്ലാഹ് അവനെ കൊണ്ട് തൃപ്തിപ്പെടും. ആ കാരണം കൊണ്ട് ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ പല ദുആകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അതഅമനി വറസഖനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്റെ ശക്തിയോ കഴിവോ ഒന്നുമല്ല, എനിക്ക് അല്ലാഹ് തന്ന അനുഗ്രഹമാണ്, ഞാനത് ഭക്ഷിച്ചു. ആ അല്ലാഹുവിന് സർവസ്തുതിയും. മറ്റൊരു ഹദീസിൽ അൽഹംദുലില്ലാഹില്ലദീ കഫാനാ വഅർവാനാ ഗൈറ മക്ഫിയിൻ വലാ മക്ഫൂർ, അൽഹംദുലില്ലാഹി റബ്ബനാ ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബനാ. അങ്ങനെ ഒരു ദുആ കാണാം, പല രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബനാ. അല്ലാഹുവിന്റെ ഒരുപാട് സ്തുതികൾ. അല്ലാഹുവേ, ഈ ഭക്ഷണത്തോട് ഞങ്ങൾ വിട പറയല്ല, ഇനിയും ഭക്ഷണം വേണം. ഞങ്ങൾക്ക് അതിലേക്ക് അത് മതിയായി പൂർണ്ണമായിട്ടില്ല, അടുത്ത നേരവും ഭക്ഷണം വേണം. ഇപ്പോൾ നീ ഭക്ഷണം തന്നു, അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആശയമാണ് ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബനാ. അതിന്റെ മുമ്പേ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, അനുഗ്രഹമുള്ള നന്മയുള്ള ധാരാളം സ്തുതികൾ നിനക്ക്. ഇതൊക്കെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളാണ്, അതൊക്കെ നമ്മൾ നിർവഹിക്കുക. ധാരാളമായ ഭക്ഷണങ്ങൾ, സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് ഇറക്കാൻ കഴിയാത്ത എത്രയോ രോഗികളുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത, കഴിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അതിനിടയിലാണ് നമുക്കിഷ്ടമുള്ള ഭക്ഷണം നമ്മുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് നമ്മൾ പാകം ചെയ്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തടസ്സം വരാൻ പാടില്ല. ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി കാണിച്ചാൽ കൂടുതൽ തരും. വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്, നന്ദികേട് കാണിച്ചാലോ എന്റെ ശിക്ഷ കഠിനമാണ്. അപ്പൊ ഈ രൂപത്തിൽ സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോ പോലും
നമ്മൾ ചൊല്ലുന്ന ദുആകളുണ്ടല്ലോ, ഒരുപാട് ദുആകൾ. അതിൽ ഒന്നെന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. എന്നെ ഭക്ഷിപ്പിച്ച, എന്നെ കുടിപ്പിച്ച, എനിക്ക് അഭയം നൽകിയ അല്ലാഹുക്ക് സർവസ്തുതിയും. എത്രയെത്ര ആളുകളാണ് അവർക്ക് അഭയം കൊടുക്കാൻ ആളില്ലാത്ത പ്രയാസപ്പെടുന്നവർ. എനിക്കിതാ റബ്ബ് അഭയം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ സന്ദർഭത്തിലും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദിന് വേണ്ടി എണീക്കുമ്പോ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, എന്തിനാ റസൂലേ? അത് നന്ദിക്ക് വേണ്ടിയിട്ടാ. അഫലാ അകൂന അബ്ദൻ ശുകൂറ. ഒരു ദിവസം രാത്രി നമസ്കരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉണർന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ കൈകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കുകയാണ്. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. ഇമാം വാക്കൂർന്നു വെക്കുക, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹായ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇരട്ടത്ത് നബിയെ ഇങ്ങനെ തപ്പി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈ കൊണ്ടു. കാരണം നബി സുജൂദിൽ കിടക്കുകയാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫാതിക അൻ ഉഖൂബതിക വബിക മിൻക. അല്ലാഹുവേ, നിന്റെ തൃപ്തി ഞാൻ ചോദിക്കുന്നു, നിന്റെ കോപം, നിന്റെ ദേഷ്യം എന്നോടുണ്ടാകരുത്. അല്ലാഹുവേ, നിന്റെ അഫൂ ഞാൻ ചോദിക്കുന്നു, നിന്റെ ശിക്ഷ എനിക്കുണ്ടാകരുത്. അല്ലാഹുവേ, നിന്റെ ശിക്ഷകളുണ്ട്, അതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഞാൻ നിന്നെ എങ്ങനെ സ്തുതിച്ചു പറഞ്ഞാലും, എങ്ങനെ വർണ്ണിച്ചു പറഞ്ഞാലും റബ്ബേ, അതൊന്നും മതിയാവുകയില്ല, അത് ക്ലിപ്തിപ്പെടുത്താൻ പറ്റുകയില്ല. നീ നിന്നെക്കുറിച്ച് എന്തെല്ലാം സ്തുതിച്ച് മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നുകൊണ്ട് തഹജ്ജുദിൽ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കുക, നമ്മളെ സുജൂദിൽ അത് വർദ്ധിപ്പിക്കുക. കൂടെ ഒരു കാര്യം കൂടി പഠിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ നബി ഇങ്ങനെ തപ്പിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ കൈ നബിന്റെ കാലുമ കൊണ്ടു. അതുകൊണ്ട് ഒരു ഭാര്യ കാൽ തൊട്ടാല് ഭർത്താവിന്റെ ഒതു മുറിയില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് ഒരു ഭാര്യ ഭർത്താവിനെ തൊട്ടത് കൊണ്ടോ ഭർത്താവ് ഭാര്യയെ തൊട്ടത് കൊണ്ടോ ഒതു മുറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ഒതു എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഹദീസിൽ വന്ന് വ്യക്തമായ കാര്യമാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ വാക്കുകളിൽ എപ്പോഴും ദിക്റുകളും ഹംദുകളും വന്നുകൊണ്ടിരിക്കുക, ശുക്റുകൾ വന്നുകൊണ്ടിരിക്കുക. മറ്റൊന്നാണ് അവയവം കൊണ്ടുള്ള നന്ദി. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഓരോരോ ചലനങ്ങളും അത് റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ടായിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്, ഖലഖല്ലാഹു ഇബ്ന ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ സൃഷ്ടിച്ചു. അലാ 60 വ 300 മിഫ്സൽ. അവന്റെ ശരീരത്തിൽ 360ഓളം ജോയിന്റുകൾ ഉണ്ടെന്നാണ്. ഈ ഓരോ ജോയിന്റുകൾക്കും ഓരോ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുണ്ട്. ഫമൻ ദക്കറല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ സ്മരിക്കുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്, വഹമിദല്ലാഹ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, വഹല്ലലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, വസബ്ബഹല്ലാഹ, സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, വഅസല ഹജറൻ അൻ ത്വരീഖിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഒരു കല്ലങ്ങൾ നീക്കി വെച്ചാൽ, ഔ അസല ശൗകതൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു മുള്ള് അത് മാറ്റി വെച്ചാൽ, ഔ അസല അളുമൻ, അല്ലെങ്കിൽ ഒരു എല്ലിന്റെ കഷ്ണം വഴിയിൽ കണ്ടു അത് നീക്കിയിട്ടാൽ, ഔ അമറ ബിമഅറൂഫ്, നന്മ കൽപ്പിച്ചാൽ, ഔ നഹാ അനി മുൻകർ, തെറ്റ് കാണുമ്പോ അതിനെ എതിർത്താൽ, അദദു തിൽക 60 വ 300, ആ 360ഓളം ജോയിന്റുകൾ കൊണ്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായി ഈ നന്മകളൊക്കെ നമ്മൾ ചെയ്താൽ, അങ്ങനെ ഒരാള് വൈകുന്നേരമായി കഴിഞ്ഞാലോ, അംസാ മിൻ യൗമിഹി വഖദ് സുഹ്സിഹ നഫ്സഹു മിനൻ നാർ, അവൻ വൈകുന്നേരമാകുമ്പോഴേക്കിനും തന്നെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിഷയം നിസ്സാരമാണ്. വഴിയിൽ കാണുന്ന ഒരു ദ്രോഹം നീക്കം ചെയ്യൽ, കല്ലാകട്ടെ മുള്ളാകട്ടെ എല്ലാകട്ടെ എന്തുമാകാം, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അങ്ങോട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഹദീസിന്റെ അവസാനം വഖദ് സുഹ്സിഹ നഫ്സഹു മിനൻ നാർ, അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ കുറക്കാം. രണ്ടാൾ കൂടിയിരുന്ന എത്ര വർത്തമാനം പറയാറുണ്ട്?
ഇനി കയ്യിൽ മൊബൈൽ എടുത്താൽ എത്ര സമയം നമ്മൾ ചിലവഴിക്കും? തീരെ മൊബൈൽ ഉപയോഗിക്കണ്ട, ആവശ്യങ്ങളോ കാര്യങ്ങൾ നിർവഹിക്കണ്ട എന്നല്ല പറയുന്നത്. നമ്മുടെ നാവ് എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും സ്മരണ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത് നമുക്ക് ചെയ്യാനുള്ള നന്ദിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ട എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അതെല്ലാം നന്ദിയുടെ ഭാഗമാണ്. സുജൂദ് ഇബാദത്ത്. അള്ളാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം, മഷ്കുറു, നന്ദി കാണിക്കുകയും വേണം. കൃത്യസമയത്ത് നമസ്കരിക്കൽ അത് നന്ദിയുടെ ഭാഗമാണ്. സ്വതക്കകൾ കൊടുക്കൽ അള്ളാഹ് തന്ന സമ്പത്തിന് കാണിക്കുന്ന നന്ദിയാണ്. നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, ശരീരങ്ങൾ കൊണ്ട് ചെയ്യാനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മൾ നന്ദി കെട്ടവരാകാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പഠിച്ചു. നമ്മൾ സാധാരണ ഒരു സൂറത്തുണ്ടല്ലോ, ചെറിയൊരു സൂറത്ത്, കുതിച്ചുകൊണ്ട് ഓടുന്ന കുതിര തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചില സംഗതികൾ എടുത്തു പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട്. സത്യം ചെയ്യുന്നത് എന്തിനാണ്? ഒരു പറയാൻ പോകുന്ന ഒരു തത്വമുണ്ട്, ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിന്റെ ഗൗരവവും പ്രാധാന്യവും അറിയിക്കാനാണ് ആദ്യം സത്യം ചെയ്ത് പറയുന്നത്. പിന്നെ അല്ലാഹു തആല സത്യം ചെയ്യുമ്പോൾ അവന്റെ സൃഷ്ടികളിൽ ഏതിന്റെ പേരിൽ സത്യം ചെയ്യും? അതിശീഘ്രതയിൽ കുതിച്ചോടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ചിലപ്പോ വത്തീനി, അത്തിപ്പഴം തന്നെയാണ് സത്യം. വസ്സൈത്തൂനി, സൈത്തൂങ്കായ തന്നെയാണ് സത്യം. വല്ലുഹാ, ലുഹാ തന്നെയാണ് സത്യം. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. അത് അള്ളാഹിന്റെ സൃഷ്ടികളാ. അള്ളാഹ്ക്ക് എന്തുകൊണ്ടും സത്യം ചെയ്യാം. അള്ളാഹ് തന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ സത്യം ചെയ്യുമ്പോഴോ അള്ളാഹിന്റെ പേരല്ലാതെ വലാ തഹ്ലിഫ് ഇല്ലാ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. പിന്നെ അള്ളാഹിന്റെ വിശേഷണങ്ങൾ കൊണ്ട്, സിഫാത്തുകൾ കൊണ്ട് സത്യം ചെയ്യാം. കാബയാണേ സത്യം പറയാൻ പാടില്ല. മരിച്ചുപോയ വ്യക്തികളുടെ പേര് പറഞ്ഞ്, ആ മഹാന്റെ പേര് പറഞ്ഞിട്ട് ആ ശൈഖാണേ സത്യം പറയാൻ പാടില്ല. ഒരു സൃഷ്ടിയുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. ഹദീസിൽ കാണാം, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മൻ ഹലഫ ബിഗൈരില്ലാഹ്, അവൻ പറഞ്ഞുകൊള്ളട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് പരിഹാരമാണെന്ന്, ലാ ഇലാഹ എന്ന് പറയണമെന്നാണ്. അപ്പൊ റബ്ബിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹ് സത്യം ചെയ്യുമ്പോഴോ അവന്റെ സൃഷ്ടികൾ ഏതിന്റെ പേരിലും സത്യം ചെയ്യാം. സത്യം ചെയ്യുന്നത് എന്തിനാണ്? ഗൗരവകരമായ ഒരു കാര്യം പറയാൻ പോവുക, അതിലേക്കാണ് അത് എത്തിച്ചേരുക. വൽആദിയാതി ളുബ്ഹാ, കുതിച്ച് കിതച്ചോടുന്ന കുതിര തന്നെയാണ് സത്യം. അപ്പൊ കിതച്ചോടുക എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്നില്ല എന്നർത്ഥം. വിശ്രമിക്കുന്നില്ല, അതിശക്തമായ പോക്കാണ്. ഫൽമൂരിയാതി ഖദ്ഹാ, അങ്ങനെ ആ കുതിര ഓടുമ്പോ അതിന്റെ കുളമ്പുകള് കല്ലില് തട്ടിയിട്ട് തീ പാറുകയാണ്. അങ്ങനെയുള്ള കുതിരകൾ തന്നെയാണ് സത്യം. അപ്പൊ എത്ര സ്പീഡിൽ ഓടണം, എത്ര ശക്തിയിൽ ഓടണം, വിശ്രമിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫൽമുഗീറാത്തി സുബ്ഹാ, എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്ന അവ തന്നെയാണ് സത്യം. പ്രഭാതം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ആരും അധ്വാനിക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റ് ശക്തിയിൽ ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത സമയമാണ്. ആ സമയത്ത് പോലും ആ കുതിര എന്ത് ചെയ്യുന്നു? ശത്രുക്കളുമായി ആക്രമണം നടത്തുകയാണ്, ഏറ്റുമുട്ടുകയാണ്. ആ സന്ദർഭത്തിൽ പൊടിപടലങ്ങൾ ഇളക്കി വിടുന്നു. അതുകൊണ്ട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ, കുതിരങ്ങനെ അതിശക്തിയിൽ ഓടുമ്പോ അതിനെ ഓട്ടത്തിന്റെ ആ ശക്തി കൊണ്ട് ആ ഭാഗത്തുള്ള പൊടിപടലങ്ങളൊക്കെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പൊടികളൊക്കെ ഇങ്ങനെ പാറുന്ന രൂപത്തിൽ അത് ശക്തമായി അത് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ശത്രുസംഘത്തിന്റെ നടുവിലേക്ക് ആ കുതിരകൾ പ്രവേശിക്കുന്നു. അങ്ങനെയുള്ളവ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ, കുതിര സൈഡിക്ക് മാറി നിൽക്കുകയല്ല, എങ്ങനെയും രക്ഷപ്പെടാൻ മാർഗം നോക്കി നിൽക്കുകയല്ല, ശത്രുക്കളുടെ ഇടയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുതിരയുടെ വിശേഷണം പറഞ്ഞതാണ്. ഇതെന്തിനാ പറയണത്? ഒരു തത്വം മനുഷ്യനെ പഠിപ്പിക്കാനാണ്. അത് രാവിലെ പോകുന്നു, അത് ശീഘ്രതയിൽ പോകുന്നു, അത് ശക്തമായി പോകുന്നു, യുദ്ധക്കളത്തിൽ ചെന്നുകൊണ്ട് മധ്യത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവൻ പോരാടുന്നു ആ കുതിര. ഇതൊക്കെ ചെയ്ത് അള്ളാഹ് ഓരോന്നോർ സത്യം ചെയ്തിട്ട് പറഞ്ഞു. ഇതെന്തിനാണെന്നറിയോ? ആ കുതിര തന്റെ യജമാനനോട് കാണിക്കുന്ന നന്ദി പഠിപ്പിക്കുകയാണ് അള്ളാഹ്. എന്താ യജമാനൻ കൊടുത്തത്? കുതിരക്ക് വെള്ളം കൊടുത്തു, കുതിരക്ക് ഭക്ഷണം കൊടുത്തു, കുതിരക്ക് നിൽക്കാനുള്ള ഒരു താമസ സൗകര്യം ഉണ്ടാക്കി. അതല്ലേ? അപ്പോൾ ആ കുതിര തന്റെ യജമാനനോട് കാണിക്കുന്ന നന്ദി, ഇത് മനുഷ്യൻ പഠിക്കണം, ഇത് മനുഷ്യൻ ഉൾക്കൊള്ളണം, അവൻ മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞ കാര്യം എന്താ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്.
ഈ നന്ദി കാണിക്കുന്ന കുതിരന്റെ വിശേഷണമൊക്കെ പറഞ്ഞിട്ട് നിസ്സാരമായ ചില കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്ത ആ യജമാനന് ഈ കുതിരയും നന്ദിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് സത്യം ചെയ്തിട്ട് അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. എന്തെല്ലാം തന്നു നമുക്ക്, എന്തെല്ലാം കിട്ടി നമുക്ക്, എന്നാലും നമ്മൾ ഇല്ലായ്മയുടെ വർത്തമാനങ്ങളല്ലേ പറയാ, പോരായ്മയുടെ വർത്തമാനങ്ങളല്ലേ പറയാ. നന്ദികേടാണ് കാണിക്കുന്നത്. പിന്നെ റബ്ബിനോട് കാണിക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കുന്നുമില്ല. ഇത് അല്ലാഹ് പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മാത്രമല്ല വഇന്നഹു അലാ ദാലിക ലശഹീദ്, അതിന് മനുഷ്യനും സാക്ഷിയാണ്. മനുഷ്യനെ അറിയാം, നമുക്കൊക്കെ അറിയാം. അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നമ്മൾ കാണിക്കുന്ന നന്ദിയും താരതമ്യം ചെയ്യും. നമ്മളെന്താ പറയാ, ശരിക്കും ആത്മാർത്ഥമായി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും ഞാൻ നന്ദി കെട്ടവനാണ്. അത് അല്ലാഹ് പറയുന്നത്, അവൻ സാക്ഷിയാണത്. ഇത് അല്ലാഹ് പറയുന്ന കാര്യം മാത്രമല്ല, മനുഷ്യൻ തന്നെ അതിനെന്താണ്, സാക്ഷിയാണ്, നന്ദിയില്ലാത്തവനാണ് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് ആ ഒരു വിശേഷണമല്ല നമുക്ക് വേണ്ടത്. നന്ദി കെട്ടവൻ എന്നാകരുത്. നമ്മൾ ആരാകണം, ശാക്കിറുകളാകണം. ലിസാനുകൊണ്ട്, നാവുകൊണ്ട്, ഖൽബ് കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം മുഴുവൻ അല്ലാഹ്ക്ക് നന്ദി കാണിക്കുന്ന വിനയത്തിന്റെ, താഴ്മയുടെ, തഖ്വയുടെ, ഈമാനിന്റെ, ഇഖ്ലാസിന്റെ ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള നല്ലവരായ ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണമെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളും അതിനാവശ്യമായ ചില കാര്യങ്ങളുമുണ്ട്. അതാണ് നമ്മളെപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക. നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, പൊതു തത്വം എപ്പോഴും കേൾക്കാറുണ്ട്. അവന് അത് ഉണ്ടല്ലോ, ഇവന് ഇതുണ്ടല്ലോ, അവന് അങ്ങനെ ഒരു വാഹനം ഉണ്ടല്ലോ, ഇവന് ഇത്ര വലിയ വീടുണ്ടല്ലോ, എനിക്കതില്ലല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവന് ഇന്നത് ഇല്ലല്ലോ, എനിക്കിന്നത് ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കാം. അല്ലെ, ഒരു കണ്ണുള്ളവൻ രണ്ട് കണ്ണുമില്ലാത്തവനെ കുറിച്ച് ആലോചിക്കുക. കൈകളിൽ വിരലില്ലാത്തവൻ കൈ തന്നെ ഇല്ലാത്തവനെ കുറിച്ച് ആലോചിക്കുക. വീട്ടിലെ ഭക്ഷണങ്ങളുടെ സുഭിക്ഷതയിൽ എന്തെങ്കിലും കുറവ് വരുമ്പോ ഇതുപോലും ഇല്ലാത്തവരുണ്ടല്ലോ, അത് ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും വദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അല്ലാഹു തന്ന നിഅമത്തുകളെ ചെറുതായി കാണാതിരിക്കാൻ നിങ്ങൾ എന്ത് വേണം, താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലോട്ട് നോക്കരുത്. അപ്പോഴാണ് നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോഴാ വേറെന്തെങ്കിലുമൊക്കെ തോന്നുക, അല്ലാഹ് എനിക്ക് തന്നിട്ടില്ലല്ലോ. താഴോട്ട് നോക്കുമ്പോഴോ അല്ലാഹ് എന്തെല്ലാം തന്നു, അത് ഓർമ്മ വരും. ആരോഗ്യമായും മറ്റും ഏത് നിലക്കും നമ്മൾ ആലോചിക്കാം. അപ്പൊ ആദ്യം വേണ്ട എന്താണ്, നമ്മളെക്കാൾ ഉയർന്ന നിലയ്ക്ക് ജീവിക്കുന്നവരല്ല നോക്കേണ്ടത്, നമ്മളെക്കാൾ താഴ്ന്ന നിലയ്ക്ക് ജീവിക്കുന്ന, നമ്മുടെ അത്ര പോലും ഇല്ലാത്ത, എല്ലാ നിലക്കും പ്രയാസപ്പെടുന്ന ആളുകൾ അങ്ങോട്ട് നോക്കുക. പിന്നെ അതാണ് നന്ദി കാണിക്കാൻ ആദ്യമായി വേണ്ടത്. അപ്പോഴേ എനിക്കുണ്ടല്ലോ, ഞാൻ നന്ദി കാണിക്കണമല്ലോ എന്ന് ചിന്ത വരികയുള്ളൂ. രണ്ടാമത് വേണ്ടത് എന്താണെന്നറിയോ, ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹ് എന്നോട് ചോദിക്കും. ഇത് നിസ്സാരമായ വിഷയമല്ല. ഇത് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച് അത് മുതൽ നമ്മൾ ഉപയോഗിച്ച് എന്തൊക്കെയുണ്ടോ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു തണുത്ത വെള്ളം കുടിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ചോദ്യമുണ്ട്, എല്ലാ നിഅമത്തുകളെ കുറിച്ചും അള്ളാഹ് ചോദിക്കുക തന്നെ ചെയ്യും. ഉറപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ അനുഗ്രഹമാണ്. എത്ര നല്ല വീട്ടിലാണ് നമ്മള്, എത്ര നല്ല റൂമിലാ നമ്മള്, എത്ര നല്ല ബെഡിലാ നമ്മള്. ആലോചിക്കുക, കടത്തിണ്ണകളിൽ അല്ലേ, പാലത്തിന്റെ ചുവടുകളിൽ, പാലത്തിന്റെ ചുവട്ടില്
മരത്തിന്റെ മറകളില് രാത്രി കഴിച്ചു കൂട്ടുന്ന എത്രയെത്ര പാവങ്ങൾ ഈ ലോകത്തുണ്ട്. പുഴയോരങ്ങളില് ഒരു ചെറിയൊരു ശീല കെട്ടി ടാർപ്പായ കൊണ്ട് വിരിച്ച് കിടന്നിറങ്ങുന്ന എത്രയെത്ര ആളുകളുണ്ട്. നമ്മുടെ അനുഗ്രഹം എത്രയാ ആലോചിക്കുക. അപ്പൊ ഈ നിയമത്തിന് ഞാൻ റബ്ബിന് മറുപടി പറയേണ്ടി വരും. ആ വിരിപ്പിലിങ്ങനെ കിടക്കുക 7 മണി വരെ സുബഹി നിസ്കരിക്കാൻ വയ്യ. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു തന്ന സമ്പത്ത് അനുഗ്രഹം ഒരുപാട് നമ്മൾ സുഭിക്ഷമായി ഭക്ഷിക്കുമ്പോ ഒരു നേരം പോലും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവർ, നല്ല വിശാലമായ വീട്ടിൽ കഴിയുമ്പോ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്നവർ, ഞാൻ എന്റെ വക ചെയ്തു കൊടുക്കട്ടെ, ഞാൻ അവന് നൽകട്ടെ, ആ ഒരു ചിന്ത അത് നമുക്ക് വേണം. എന്തിനാണെന്നറിയോ? അല്ലാഹ് നിയമത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യും. ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണ്, കാത്, ഹൃദയം എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. അപ്പോ ഇതാണ് രണ്ടാമതായിട്ട് വേണ്ടത്. മൂന്നാമതായി വേണ്ടത്, നമ്മൾ എത്ര ശ്രമിച്ചാലും, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തിനും അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. അപ്പൊ പ്രാർത്ഥിക്കാം, റബ്ബേ എനിക്ക് നന്ദിയുള്ള അടിമയായി മാറണം, അതിനുള്ള തൗഫീഖ് നീ നൽകണം, അതിനുള്ള അനുഗ്രഹം നീ നൽകണം. അപ്പൊ ആ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു സുദീർഘമായ ദുആ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ. നമ്മൾ എഴുതിയെടുത്ത് പഠിക്കണം. അതൊക്കെ അത് നോക്കി ചൊല്ലിയാലും മതിയല്ലോ. റബ്ബി അഇന്നി, റബ്ബേ എന്നെ സഹായിക്കണേ, വലാ തുഇൻ അലൈ, എനിക്കെതിരെ നീ സഹായിക്കരുത്, വൻസുർനി വലാ തൻസുർ അലൈ, നിന്നെ എന്നെ ശക്തിപ്പെടുത്തണം നിന്റെ സഹായം കൊണ്ട്, എനിക്കെതിരെ നിന്റെ പ്രവർത്തനങ്ങൾ സഹായങ്ങൾ ഉണ്ടാകുക, എനിക്കെതിരെ വേറൊരാളെ സഹായിക്കരുത്. എന്നോടൊരാൾ അക്രമം കാണിക്കുകയാണ്, അപ്പൊ ആ അക്രമിയെ സഹായിച്ചുകൊണ്ട് ഞാൻ മർദ്ദിതനാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വംകുർലി വലാ തംകുർ അലൈ, നീ എനിക്ക് വേണ്ടി തന്ത്രം പ്രയോഗിക്കണം, എനിക്കെതിരെ നീ തന്ത്രം പ്രയോഗിക്കരുത്. വഹ്ദിനി വയസ്സിറിൽ ഹുദാ ലി, അല്ലാഹുവേ എനിക്ക് നീ ഹുദ നൽകണമേ, ആ ഹുദയെ എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. വൻസുർനി അലാ മൻ ബഗാ അലൈ വലാ തൻസുർ വറബ്ബി ജഅൽനി ലക ശക്കാറാ ലക ദക്കാറാ ലക റഹാബാ ലക മുതീഅ ഇലൈക മുഖ്ബിതാ. റബ്ബി ജഅൽനി ലക ശക്കാറാ, റബ്ബേ നിനക്ക് നന്ദി കാണിക്കുന്നവനാക്കി എന്നെ നീ മാറ്റണമേ. നമ്മുടെ വിഷയം അവിടെയാണ് വരുന്നത്. റബ്ബി ജഅൽനി ലക ശക്കാറാ. ശക്കാറും ഷാക്കിറും വ്യത്യാസമുണ്ട്. ഷാക്കിർ പറഞ്ഞാൽ സാധാരണ നിലക്ക് നന്ദി കാണിക്കുന്നവെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ശക്കാർ എന്ന് പറയുമ്പോഴോ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്ന, ഒരുപാട് നന്ദി കാണിക്കുന്നവൻ. ഗാഫിർ, അല്ലാഹ് പൊറുക്കുന്നവനാണ്. ഗാഫിറുദ്ദംബ്, അതിനേക്കാളും അർത്ഥം കൂടും. ഗഫാർ എന്ന് പറയുമ്പോ അത് അറബി ഗ്രാമർ അനുസരിച്ച് കൊണ്ടുവരുന്ന പദപ്രയോഗങ്ങളാണ്. അർത്ഥത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശക്തിയിൽ വ്യത്യാസം വരും. അപ്പൊ ഷാക്കിർ എന്ന് മാത്രമല്ല പറഞ്ഞത്, ശക്കാർ, ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്നവനാക്കണേ. പിന്നെയോ ലക ദക്കാറ, നിന്നെ കൂടുതലായി ദിക്ർ ചൊല്ലുന്ന ആളാക്കണമേ. ലക റഹാബ, നിന്നെ കൂടുതലായി ഭയപ്പെടുന്ന ആളാക്കണമേ. ലക മുതീഅ, നിന്നെ അനുസരിക്കുന്നവനാക്കണമേ. ഇലൈക മുഖ്ബിതൻ ഇലൈക അവ്വാഹം മുനീബ, നിന്നിലേക്ക് കീഴ്വണക്കത്തോടുകൂടി മടങ്ങി വരുന്നവനാക്കണമേ. റബ്ബി തഖബ്ബൽ തൗബതി, റബ്ബേ എന്റെ തൗബ സ്വീകരിക്കണമേ. വഗ്സിൽ ഹൗബതി, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ. വാജിബ് ദഅവതി, എന്റെ ദുആക്ക് നീ ഉത്തരം നൽകണമേ. വഹ്ദി ഖൽബി, ഹൃദയത്തിന് ഹിദായത്ത് നൽകണമേ. വസബ്ദിദ് ലിസാനി, നാവിനെ നന്നാക്കി തരണമേ. വസബ്ബിത് ഹുജ്ജതി വസ്ലുൽ സഖീമത ഖൽബി, എന്റെ ഹുജ്ജത്തിന് തെളിവുകളെ നീ ശക്തിപ്പെടുത്തി തരണമേ. എന്റെ ഹൃദയത്തിലെ എല്ലാ ദോഷങ്ങളെയും നീ വൃത്തിയാക്കി തരണമേ, നീക്കി തരണമേ അല്ലാഹുവേ. അപ്പൊ അതിന് നന്ദി കാണിക്കുന്നവരായി ജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അത് ഉൾപ്പെടുത്തുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കൈ പിടിച്ചു. നബി അങ്ങനെയാണ്, ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കൈ പിടിക്കും, ചിലപ്പോൾ തോളിലിങ്ങനെ കൊട്ടും, ചിലപ്പോൾ കൂടെ വിളിച്ചു കൊണ്ടുപോകും, ചിലപ്പോൾ തന്റെ ഒട്ടകപ്പുറത്ത് ബാക്കിൽ ഇരുത്തിയിട്ട് കുറച്ചങ്ങോട്ട് പോയിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കൈ പിടിച്ചു. എന്നിട്ട് പറയാണ്, യാ മുആദ്, അല്ലയോ മുആദ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നി ലഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ സ്നേഹിച്ചു എന്നുള്ള വാക്ക് കേട്ടാൽ അതിനേക്കാൾ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു കാര്യം വേറില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദ്. വീണ്ടും പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവേ ഞാൻ നിന്നെ മുആദേ, അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വഖാല,
എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ സ്നേഹമുള്ളവരോട് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ഹദീസ് നമ്മൾ ശറഹ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മുടെ ഭാര്യയോട് നമുക്ക് നല്ലൊരു കാര്യം നമുക്ക് കിട്ടി, നമ്മുടെ ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഇത് അങ്ങനെ ദിക്റുണ്ട്, ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സൽക്കർമ്മമുണ്ട്, അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരും ചെയ്യട്ടെ, നമുക്ക് ഒന്നിച്ച് സ്വർഗ്ഗത്ത് പോകേണ്ടവരാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിട്ട് പറയാണ്, ഉസീക യാ മുആദ്, മുആദേ നിനക്കൊരു വസിയത്ത് തരാനുണ്ട്, ഞാനൊരു വസിയത്ത് നൽകുകയാണ്. ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ, ഓരോ നമസ്കാരത്തിന്റെ ദുബുറിലും നീ അത് മറക്കാതെ ചൊല്ലണം. എന്താ ഈ ദുബുറു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ രണ്ട് നിലയ്ക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നമസ്കാരത്തിന്റെ അവസാനം, അതായത് സലാം വീട്ടുന്നതിന് മുമ്പ് അത്തഹിയ്യാത്തിന്റെ അവസാനത്തിൽ, അതിനാണ് ദുബുറു സ്വലാത്ത് എന്ന് പറയാ. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞതോ നമസ്കാരം കഴിഞ്ഞിട്ട്, അപ്പോ ശേഷം എന്ന അർത്ഥത്തിലും പണ്ഡിതന്മാർ ആ വാക്കിനെ വിശദീകരിച്ചിട്ടുണ്ട്, അവസാനത്തിൽ എന്ന ഒരു ആശയത്തിലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടായാലും വിരോധമല്ല, ഇനി രണ്ട് സമയത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല. സലാം വീട്ടുന്നതിന് മുമ്പും ചൊല്ലാം, ഇനി സലാം വീട്ടിയ ശേഷം നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ആ ദിക്ർ ചൊല്ലാം. അത് ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ എന്നെ നീ സഹായിക്കണമേ, അലാ ദിക്രിക, നിന്നെ ദിക്ർ ചൊല്ലാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക്, നിന്നെ ഏറ്റവും നന്നായി ഇബാദത്ത് എടുക്കാൻ. നമസ്കാരമായാലും നോമ്പായാലും എന്ത് കർമ്മമായാലും അത് നന്മയോട് നല്ല നിലയ്ക്ക് ചെയ്യാൻ, ഏറ്റവും നന്നാക്കി ചെയ്യാൻ. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരം നിർവഹിക്കുക. അങ്ങനെ ഒരു ശാക്കിറായ അടിമയായി, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ഈ ആഴ്ചയിൽ മരണപ്പെടുകയുണ്ടായി, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. ഖബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ക്യാൻസർ ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. അല്ലാഹു എല്ലാവരുടെയും പരലോക ജീവിതം സൗഭാഗ്യകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിലേക്ക് സ്വർഗ്ഗ കവാടം തുറക്കപ്പെടുന്ന അവസ്ഥ അല്ലാഹു തആല അവർക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത കടങ്ങളിൽ നിന്ന്, സഹിക്കാൻ കഴിയാത്ത വിഷമങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അവർക്ക് വേണ്ടി ചികിത്സിച്ച് പണം മുടക്കി അങ്ങനെ രോഗിയും കൂടെയുള്ള ആളുകളും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളും ആളുകളുമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ത്വയ്യിബ് ثراهم واجعل الجنة مأواهم. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم اغفر لنا ولوالدينا ربنا ارحمهما كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين. صلى الله على نبينا محمد.